അപ്പോൾ ചേട്ടൻ എല്ലാ കാര്യത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും വീഡിയോ ഒക്കെ വ്ളോഗൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ സാറിന് ബേബി ചെമ്മണ്ണൂരും അണി റോസിനെയും പറ്റിയിട്ടുള്ള ഈ അഭിപ്രായം ഒന്ന് പറയണം. എന്താണ് ഇതിൻ്റെ അഭിപ്രായം, ഇതിൻ്റെ വിശകലനം ഒന്ന് ജനങ്ങളോടായിട്ട് സാറ് പറയണം. ഓക്കെ. അപ്പം നമ്മൾ ഈ വിശകലനം ചെയ്യുന്നത് പല കാര്യങ്ങൾ നോക്കിയിട്ട് പറയാറ്. ഈ സാമൂതിരിക ലക്ഷണം വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹണി റോസ് ആളുടെ ക്യാരക്ടർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നേരെ വാ നേരെ പോ, വളവില്ല തിരിവില്ല. ആളുടെ തലയ്ക്ക് മുകളിൽ ഒരാൾ വരുന്ന ആൾക്ക് ഇഷ്ടമല്ല. സത്യം, നീതി, ന്യായം, ധർമ്മം എന്ന രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണ് ഹണി റോസ്. അപ്പോൾ ഒരാളുടെ കീഴിൽ നിൽക്കാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴും എന്തുണ്ടെങ്കിലും എന്താ പറയുക, ഒരു കാശുള്ള ആള്, ഭംഗിയുള്ള ആള്, പൈസയുള്ള ആൾ, അധികാരമുള്ള ആൾ എന്ന് വെച്ചാൽ ആ വ്യക്തി ഒരിക്കലും താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രകൃതിയുള്ള ആളല്ല എന്ന് ഹണി റോസ്. ഇതാണ് ഹണി റോസിന്റെ യഥാർത്ഥ പ്രകൃതി. സാമൂതിരിക ലക്ഷണം പ്രകാരം ഹണി റോസിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യക്തിനെയും കീഴ്പ്പെടുത്തി ആളുടെ അണ്ടറിൽ വെക്കുന്ന ഒരു പ്രകൃതിയുള്ള ഒരു വ്യക്തിയാണ്. ആളുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ആളൊരാളായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാനസികമായ ആധിപത്യം ആള് നേടിയെടുത്തിട്ട് ആൾ എന്ത് വിചാരിക്കുന്നു അത് നടപ്പിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്രകൃതിയുള്ള ബോഡി ലാംഗ്വേജ് ആണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ. അപ്പൊ കഴിഞ്ഞാൽ രണ്ടാളുടെ ചിന്താഗതികൾ എന്ന് പറഞ്ഞാൽ രണ്ടാളും എന്താ പറയാ, ഏകാധിപത്യ സ്വഭാവവും ആധിപത്യ സ്വഭാവമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവർക്ക് പരസ്പരം എന്താ പറയാ, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയും. അപ്പോൾ ഹണി റോസിനെ പുള്ളി ആളുടെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പല സമയത്തും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സമയത്തൊക്കെ പൂർണ്ണമായിട്ട് ബോബി ചെമ്മണ്ണൂർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പുള്ളി ശ്രമിക്കാറുണ്ട്. ഹണി റോസിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരിക്കലും ഒരു പരിധി വിട്ട് താന്നു നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രകൃതിയല്ല. ബോബി ചെമ്മണ്ണൂർ ആൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആരെയും മാറ്റിയെടുക്കാനായിട്ട് ഏത് തരത്തിൽ താപ്പും തരത്തിനനുസരിച്ച് എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു പ്രകൃതിയാണ്. ലാസ്റ്റ് നമ്മൾ കോടതി വിഷയം ഉണ്ടാവലും കേസ് ഉണ്ടാവലും കോടതിയിലും കോടതിക്ക് പുറത്തും മാധ്യമങ്ങളിലും ഒക്കെ പുള്ളിയുടെ നീക്കങ്ങൾ കണ്ട പുള്ളിയുടെ പ്രകൃതിയുടെ പ്രത്യേകത എടുത്തറിയാൻ സാധിക്കും. കാരണം ആരെയും കീഴ്പ്പെടുത്തി ആളുടെ പരിധിക്കുള്ളിലാക്കി ആൾ വിചാരിക്കുന്ന പോലെ ആളുടെ വിരൽത്തുമ്പത്തിട്ട് കറക്കാന്നുള്ളൊരു ലൈൻ, ഇതാണ് പുള്ളിയുടെ ഒരു പ്രകൃതി. അപ്പൊ രണ്ട് പ്രകൃതിയും തമ്മിൽ ഒരു കൂട്ടിമുട്ടലായിരുന്നു അത് സംഭവിച്ചത്. ഇപ്പൊ നമ്മളെ ഉക്രൈൻ യുദ്ധം ഉണ്ടെന്ന്, റഷ്യൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു ചെറിയൊരു സ്വരച്ചേർച്ച കുറവുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധം തന്നെ ഉണ്ടായത്. എന്ന് പറഞ്ഞ പോലെ ഇവർ തമ്മിലൊരു നിസ്സാര ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഇതാണ് ഈ കണ്ടത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനും ഹണി റോസിനും നഷ്ടത്തിലാണ് കലാശിക്കാൻ പോകുന്നത്. കാരണം ഏതൊരു യുദ്ധത്തിനും ശരിക്കും എല്ലായിടത്തും നഷ്ടം മാത്രമല്ലേ സംഭവിക്കുള്ളൂ. ഈ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. കാരണം ബോബി ചെമ്മണ്ണൂരിന് ഇത് വളരെയധികം നഷ്ടത്തിൽ കലാശിക്കും, ഹണി റോസിനും നഷ്ടത്തിൽ കലാശിക്കും. പക്ഷെ ഇവരുടെ രണ്ടുപേരെ പ്രകൃതി വെച്ചിട്ട് കീഴടങ്ങാൻ തയ്യാറില്ലാത്ത ആളുകളും കീഴ്പ്പെടാൻ തയ്യാറില്ലാത്ത സ്വഭാവമുള്ള ആളുകളാണ്. അത് ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെ ഒത്തുതീർപ്പായാലും ഇത് സെറ്റിൽമെന്റ് ആവില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ വിഷയത്തിലെ അഭിപ്രായം. ഇനി എന്തായാലും ചോദിക്കാനുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഏശൊരു ഇത് പിടിയിട്ടില്ല, ഈ പ്രകൃതി സ്വഭാവം ആധിപത്യ സ്വഭാവം വെച്ചിട്ട് അപ്പോൾ ഒരു ക്ലിയർ ആയില്ലേ? മറ്റു വിഷയങ്ങളിലേക്ക് അടുക്കുന്നില്ല. നമ്മളൊരു സാമൂതിരിക ലക്ഷണം വെച്ച് ഒരു മനഃശാസ്ത്ര നിരീക്ഷണം നടത്തിയതാണ്. ഓക്കെ.